സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ യൂണിറ്റിലെ കമ്പ്യൂട്ടേഷൻ ഓഫ് റേഷൻ ഫോർ ഡിഫറെൻറ്റ് ഏജ് ആൻഡ് ഗ്രോത്ത് സ്റ്റേജസ് ഓഫ് പൗൾട്രി ബേർഡ്സ് എന്ന പോർഷനാണ്. കോഴികളുടെ പ്രായവും വളർച്ചാ ഘട്ടവും അനുസരിച്ച് അവയ്ക്ക് ആവശ്യമായ പോഷകങ്ങളടങ്ങിയ ഒരു തീറ്റ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത്. Feed formulation. Feed formulation is the process of quantifying the amounts of feed ingredients that need to be combined to form a single uniform mixture for poultry that supplies all of their nutrient requirements. ഒരു കോഴിക്ക് ആവശ്യമായ എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള തീറ്റ നിർമ്മിക്കുന്ന പ്രോസസ്സിനെയാണ് ഫീഡ് ഫോർമുലേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഒരു 5-10 കോഴി ഉണ്ടെങ്കിൽ നമ്മൾ പല തീറ്റ ഘടകങ്ങളും ചേർത്ത് ഒരു തീറ്റയായിട്ട് നമ്മൾ കൊടുക്കും. ഇത് കൊടുക്കുമ്പോൾ നമ്മൾ എന്താണ് നോക്കേണ്ടത്? ഒരു ബാലൻസ്ഡ് ഫീഡ് ആയിരിക്കണം, സമീകൃത തീറ്റ ആയിരിക്കണം. It is necessary to see that balanced feed formulae will supply all the essential nutrients for good health and production. അവയുടെ ആരോഗ്യത്തിനും ഉൽപ്പാദനത്തിനും ആവശ്യമായ എല്ലാ പോഷക ഘടകങ്ങളും അടങ്ങിയിട്ടുള്ള സമീകൃത തീറ്റയായിരിക്കണം നമ്മൾ നിർമ്മിക്കുന്നത്. അങ്ങനെ ഒരു സമീകൃത തീറ്റ നിർമ്മിക്കുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് ഫീഡ് ഫോർമുലേഷൻ. ഫീഡ് മില്ലുകളിലും പൗൾട്രി കർഷകരും എങ്ങനെയാണ് തീറ്റ നിർമ്മിക്കുന്നത്? ഒന്ന്, പർച്ചേസ് ഓഫ് കൊമേഴ്ഷ്യലി പ്രിപ്പയർഡ് കംപ്ലീറ്റ് കോമ്പൗണ്ട് ഫീഡ്. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ച് വിപണിയിൽ ലഭ്യമായിട്ടുള്ള കോഴിത്തീറ്റകൾ കർഷകർക്ക് വാങ്ങാവുന്നതാണ്. 2, പർച്ചേസ് ഓഫ് കൊമേഴ്ഷ്യലി പ്രിപ്പയർഡ് പ്രോട്ടീൻ സപ്ലിമെൻറ്റ് മിക്സ്ഡ് വിത്ത് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് to be blended with locally available cereals. വിറ്റാമിനുകളും ധാതുലവണ മിശ്രിതങ്ങളും ചേർത്തിട്ടുള്ള പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ്, മാംസ്യ സ്രോതസ്സുകൾ അടങ്ങിയ ഘടകങ്ങൾ വാങ്ങി തദ്ദേശീയമായി ലഭ്യമായ ധാന്യങ്ങളോടൊപ്പം ചേർത്ത് തീറ്റ നിർമ്മിക്കാവുന്നതാണ്. പർച്ചേസ് ഓഫ് കൊമേഴ്ഷ്യലി പ്രിപ്പയർഡ് വൈറ്റമിൻ മിനറൽ പ്രീമിക്സ് which may be blended with oilseed meals and cereal grains. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ച് വിപണിയിൽ ലഭ്യമായ വിറ്റാമിൻ ധാതു ലവണ മിശ്രിതങ്ങൾ വാങ്ങി പിണ്ണാക്കും മറ്റ് ധാന്യങ്ങളോടൊപ്പം ചേർത്ത് തീറ്റ നിർമ്മിക്കാവുന്നതാണ്. പർച്ചേസ് ഓഫ് ഇൻഡിവിജ്വൽ ഇൻഗ്രീഡിയൻസ് ഇൻക്ലൂഡിംഗ് മിനറൽസ് ആൻഡ് വൈറ്റമിൻസ് ആൻഡ് മിക്സിംഗ് ദ ഫീഡ് അറ്റ് ഫാം. ഓരോ തീറ്റ ഘടകങ്ങളും പ്രത്യേകം വാങ്ങി അത് ഫാമിൽ വെച്ച് തന്നെ മിക്സ് ചെയ്ത് തീറ്റ നിർമ്മിക്കാവുന്നതാണ്. ഒരു തീറ്റ നിർമ്മിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം? 1, കോമ്പോസിഷൻ ഓഫ് ഫീഡ് ഇൻഗ്രീഡിയൻസ് കോമൺലി യൂസ്ഡ്. സാധാരണ ഉപയോഗിക്കുന്ന തീറ്റ ഘടകങ്ങളിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട് എന്ന് അറിയണം. അതിൻ്റെ മെറ്റബോളൈസബിൾ എനർജി, ക്രൂഡ് പ്രോട്ടീൻ, കാൽഷ്യം കണ്ടൻറ്റ്, അതുപോലുള്ള മറ്റ് ഘടകങ്ങൾ എത്ര ശതമാനമുണ്ട് എന്ന് അറിഞ്ഞിരിക്കണം. 2, നേച്ചർ ഓർ ടൈപ്പ് ഓഫ് ഫീഡ്. ഏത് പ്രായത്തിലുള്ള അല്ലെങ്കിൽ ഏത് വളർച്ചാ കാലഘട്ടത്തിലുള്ള കോഴിക്ക് വേണ്ടിയിട്ടാണ് തീറ്റ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണം. ബ്രോയിലറാണോ, ലെയറാണോ, സ്റ്റാർട്ടറാണോ, ഫിനിഷറാണോ എന്ന കാര്യം അറിഞ്ഞിരിക്കണം. 3, കോസ്റ്റ് ആൻഡ് അവൈലബിലിറ്റി ഓഫ് ഫീഡ് ഇൻഗ്രീഡിയൻസ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫീഡ് ഇൻഗ്രീഡിയൻറ്റിൻ്റെ വിലയും അതിൻ്റെ ലഭ്യതയും അറിഞ്ഞിരിക്കണം. 4, ഇൻഗ്രീഡിയൻറ്റ് ഇൻക്ലൂഷൻ ലെവൽസ് ആൻഡ് ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ്. ഒരു തീറ്റ വസ്തു എത്രത്തോളം ചേർക്കാമെന്നും അതിനകത്ത് എന്തൊക്കെ പോഷക വിരുദ്ധ ഘടകങ്ങൾ, ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് ഉണ്ട് എന്നും, അല്ലെങ്കിൽ അതിൻ്റെ പോഷക ശരീരത്തിലോട്ട് അബ്സോർബ് ചെയ്യുന്നതിന് തടസ്സം നിൽക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെ ഉണ്ട് എന്നും അറിഞ്ഞിരിക്കണം.
5. അക്സെപ്റ്റബിലിറ്റി ആൻഡ് ഫിസിക്കൽ കണ്ടീഷൻ ഓഫ് ദി ഇൻഗ്രീഡിയൻസ്. അതിന് എത്രത്തോളം രുചിയുണ്ടെന്നും അത് എത്രത്തോളം കോഴികൾ ഉപയോഗിക്കുമെന്നും അതിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ എന്താണെന്നും അറിഞ്ഞിരിക്കണം. 6. ന്യൂട്രിയൻ റിക്വയർമെൻറ്റ്സ് ഓഫ് പൗൾട്രി. ഏത് പ്രായത്തിലുള്ള കോഴിക്കാണോ അത് നിർമ്മിക്കുന്നത് അവയ്ക്ക് വളർച്ചയ്ക്കും ഉൽപ്പാദനത്തിനും ആവശ്യമായ പോഷകങ്ങളുടെ ആവശ്യകത എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം. 7. ആവറേജ് ഡെയിലി കൺസംഷൻ ഓഫ് ബേർഡ്സ്. ഒരു കോഴി ഒരു ദിവസം ശരാശരി എത്ര ആഹാരം കഴിക്കും എന്നതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇൻട്രാക്ഷൻ ഓഫ് ന്യൂട്രിയൻസ്. നമ്മൾ ചേർക്കുന്ന പോഷകങ്ങൾ പരസ്പര പൂരകങ്ങളാണോ എന്ന് അറിഞ്ഞിരിക്കണം. ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് ഉണ്ടോ, അവ മറ്റുള്ളവയുടെ ആഗിരണത്തെ തടയുന്നവയാണോ എന്നൊക്കെ അറിഞ്ഞിരിക്കണം. എൻവയോൺമെൻറ്റൽ ടെമ്പറേച്ചർ. കാലാവസ്ഥയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. കാലാവസ്ഥ അനുസരിച്ച് തീറ്റ എടുക്കുന്നതിൻ്റെ അളവ് കുറയാനും ഇപ്പോൾ പോഷക മൂല്യത്തിൽ വ്യത്യാസം വരുത്തേണ്ടതായും വരാറുണ്ട്. കോസ്റ്റ് ഓഫ് ഫൈനൽ പ്രോഡക്ട്സ്, ദാറ്റ് ഈസ് എഗ്സ് ആൻഡ് പൗൾട്രി മീറ്റ്. 70% ചെലവും തീറ്റയ്ക്കാണ് കർഷകർ ചെലവാക്കുന്നത്. അവർക്ക് ലാഭം കിട്ടുന്നത് മുട്ടയിൽ നിന്നും ഇറച്ചിയിൽ നിന്നുമാണ്. അപ്പോൾ തീറ്റയുടെ ചെലവിൽ നിന്ന് ഫൈനൽ പ്രോഡക്ട്സ് കിട്ടുമ്പോൾ അവർക്ക് ലാഭം കിട്ടുന്ന തരത്തിലായിരിക്കണം നിർമ്മിക്കേണ്ടത്. മെത്തേഡ്സ് ഓഫ് ഫീഡ് ഫോർമുലേഷൻ. തീറ്റ രൂപീകരണ മാർഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ബൈ ഹാൻഡ് കാൽക്കുലേഷൻ. ഏറ്റവും ലളിതമായ രീതിയിൽ ഒരു തീറ്റ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ മെറ്റബോളൈസബിൾ എനർജി, ക്രൂഡ് പ്രോട്ടീൻ, ലൈസിൻ, മെത്തിയോണിൻ, കാൽഷ്യം, ഫോസ്ഫറസ് മുതലായ ഘടകങ്ങളെ നമ്മൾ പരിഗണിക്കുകയും ഏറ്റവും കുറച്ച് ഫീഡ് സ്റ്റെപ്സ് ഉപയോഗിച്ച് തീറ്റ നിർമ്മിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇത് വളരെ പ്രയാസപ്പെട്ട ഒരു രീതിയാണ്. കാരണം ഒരു ന്യൂട്രിയൻറ്റിൽ വരുന്ന വ്യത്യാസം മറ്റ് എല്ലാ ഘടകങ്ങളെയും ബാധിക്കുന്നു. 2. ബൈ യൂസിങ് പിയേഴ്സൺ സ്ക്വയർ. ഒരു തീറ്റ നിർമ്മിക്കാൻ 2 ഇൻഗ്രീഡിയൻസ് മാത്രം എടുക്കുകയും പ്രോട്ടീൻ, മെറ്റബോളൈസബിൾ എനർജി പോലുള്ള ഘടകങ്ങൾ മാത്രം പരിഗണിക്കുകയും ചെയ്യുന്നെങ്കിൽ പിയേഴ്സൺ സ്ക്വയർ ഉപയോഗിക്കാവുന്നതാണ്. 3. ബൈ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. തീറ്റ നിർമ്മിക്കുമ്പോൾ കറക്റ്റ് കോമ്പിനേഷൻ എത്തുന്നത് വരെ ഇൻഗ്രീഡിയൻസിനെ മാറ്റി മാറ്റി പരീക്ഷിക്കുന്നതിനെയാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയുന്നത്. സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്. ഊർജ സ്രോതസ് അല്ലെങ്കിൽ മാംസ്യ സ്രോതസ് ഉപയോഗിച്ച് 1-2 പോഷകങ്ങളെ ചില ഇക്വേഷനുകളുടെ സഹായത്തോടു കൂടി കണ്ടെത്തുന്നതിനെയാണ് സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. 5. ദ 2x2 മെട്രിക്സ് മെത്തേഡ്. 2 പോഷകങ്ങൾ, എനർജിയോ പ്രോട്ടീനോ പോലുള്ള ന്യൂട്രീഷണൽ പാരാമീറ്റേഴ്സിനെ 2 ഫീഡ് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തീറ്റ നിർമ്മിക്കുന്നതിനെയാണ് 2x2 മെട്രിക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. 6. കമ്പ്യൂട്ടറൈസ്ഡ് ഫീഡ് ഫോർമുലേഷൻ. മറ്റ് മെത്തേഡുകളേക്കാൾ വളരെ അധികം അഡ്വാൻറ്റേജസ് ഉള്ള ഒന്നാണ് കമ്പ്യൂട്ടറൈസ്ഡ് ഫീഡ് ഫോർമുലേഷൻ. ഇവിടെ കറക്റ്റ് അളവിനുള്ള തീറ്റ കൂടുതൽ ലേബർ റിക്വയർമെൻ്റ് ഇല്ലാതെ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കുന്നു. എല്ലാ പോഷകങ്ങളും ശരിയായ രീതിയിൽ ഇതിൽ ചേർക്കാനും കഴിയുന്നു. ട്രയൽ ആൻഡ് എറർ മെത്തേഡും ലീനിയർ പ്രോഗ്രാമിംഗ് മെത്തേഡ്സുമാണ് റേഷൻ ഫോർമുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. വലിയ കൊമേഴ്ഷ്യൽ ഫീഡ് മില്ലുകളിൽ സോഫ്റ്റ്വെയറുകൾ ഇതിനായി ക്രമീകരിച്ചിരിക്കുന്നു. സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ ഫോർമുലേഷൻ ഓഫ് ഫീഡ്. തീറ്റ നിർമ്മാണ പ്രക്രിയയിൽ വരുന്ന വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? 1. ഫിക്സ് ദ ന്യൂട്രിയൻ റിക്വയർമെൻറ്റ്സ് ഫോർ ദ ഫീഡ് ടു ബി ഫോർമുലേറ്റഡ്. ഏത് തരത്തിലുള്ള തീറ്റയാണോ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനാവശ്യമായ പോഷകങ്ങൾ ഏതൊക്കെയെന്ന് ഫിക്സ് ചെയ്യുന്നു. ഇവിടെ ഒരു ലെയർ സ്റ്റാർട്ടർ ചിക്ക്, അതായത് വിരിഞ്ഞ 1 മുതൽ 8 ആഴ്ച പ്രായമായ മുട്ടക്കോഴി കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് ആണ്
തിരഞ്ഞെടുക്കുന്നത്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് 2007 പ്രകാരം മോയ്സ്ചർ കണ്ടന്റ് 11%, ക്രൂഡ് പ്രോട്ടീൻ 20%, ടോട്ടൽ ഫോസ്ഫറസ് 0.77% മിനിമം, അവൈലബിൾ ഫോസ്ഫറസ് 0.45% മിനിമം, ലൈസിൻ 1% മിനിമം, മെത്യോണിൻ 0.4% മിനിമം, സോൾട്ട് 0.5% മാക്സിമം അടങ്ങിയ തീറ്റകളെയാണ് ലെയർ സ്റ്റാർട്ടർ ചിക്ക് ഫീഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഏതൊക്കെ തരത്തിൽ ന്യൂട്രിയൻസ് ഫിക്സ് ചെയ്ത് ആഡ് ചെയ്ത് വന്നാലും ചില ഘടകങ്ങൾ ചെറിയ അളവിൽ കുറവ് വരും. അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യമേ തന്നെ നമ്മൾ കുറച്ച് സ്പേസ് മാറ്റി വയ്ക്കുന്നു. ആ സ്പേസിനെ നമ്മൾ സ്ലാക്ക് സ്പേസ് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ അഡിറ്റീവ്സിന് വേണ്ടിയിട്ട് 0.5% മാറ്റി വയ്ക്കുന്നു. ലൈസിന് വേണ്ടിയിട്ട്, അതായത് ലൈസിൻ അമിനോ ആസിഡിന് വേണ്ടി 0.05%, മെത്യോണിന് വേണ്ടിയിട്ട് 0.15%, കോമൺ സോൾട്ട് 0.40%, ഫോസ്ഫറസ് ആൻഡ് കാൽഷ്യത്തിനായിട്ട് 3% മാറ്റി വയ്ക്കുന്നു. ഏഴാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഫിക്സ് ദ ലെവൽ ഓഫ് അനിമൽ പ്രോട്ടീൻ. നമ്മളതിൽ ചേർക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം അനിമൽ പ്രോട്ടീൻ ചേർക്കണം എന്ന് തീരുമാനിക്കുന്നു. ഇവിടെ അനിമൽ പ്രോട്ടീൻ ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ടത് 0 എന്ന് കൊടുക്കുന്നു. എട്ടാമത്തെ സ്റ്റെപ്പ് ഫിക്സ് ദ ലെവൽസ് ഫോർ സീരിയൽ ബൈ പ്രോഡക്റ്റ്. സീരിയൽ ബൈ പ്രോഡക്റ്റ് ഒരു തീറ്റയിൽ ഏതൊക്കെ ചേർക്കണമെന്നും എത്ര ചേർക്കണമെന്നും തീരുമാനിക്കുന്നു. ഇവിടെ റൈസ് ബ്രാൻ മാത്രം ഉപയോഗിക്കുന്നു, 5% ഉപയോഗിക്കാമെന്നും തീരുമാനിക്കുന്നു. ഇതുവരെയുള്ള സ്റ്റെപ്പുകളിൽ നിന്ന് എത്രത്തോളം ശതമാനം തീറ്റ ആയിട്ടുണ്ട് എന്നുള്ളതാണ് കൂട്ടി എഴുതിയിരിക്കുന്നത്. 9.1% ഫീഡ് നമ്മൾ ഫിക്സ് ചെയ്തു. 9th സ്റ്റേജ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ ന്യൂട്രിയൻ കോൺട്രിബ്യൂഷൻ ഫ്രം ഇൻഗ്രീഡിയൻസ് ഇൻ സ്റ്റെപ്പ് 7 and 8. അതായത് 7ാമത്തെയും 8ാമത്തെയും സ്റ്റെപ്പിൽ നമ്മൾ എത്രത്തോളം തീറ്റ ഇൻഗ്രീഡിയൻസ് ചേർക്കണമെന്നും ഏതൊക്കെ ചേർക്കണമെന്നും നമ്മൾ തീരുമാനിച്ചു. അതിൽ നിന്ന് എത്ര പോഷകങ്ങൾ കിട്ടുന്നു എന്ന് കണക്കാക്കണം. ഇവിടെ 7ാമത്തെ സ്റ്റെപ്പിൽ അനിമൽ പ്രോട്ടീൻ ആഡ് ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ തീരുമാനിച്ചത്. 8ാമത്തെ സ്റ്റെപ്പിൽ റൈസ് ബ്രാൻ മാത്രം ആഡ് ചെയ്യുന്നു ഫിക്സ് ചെയ്തു. അപ്പോൾ റൈസ് ബ്രാനിൻ്റെ ന്യൂട്രിയൻ കോൺട്രിബ്യൂഷൻ എത്രയാണ് എന്ന് നമ്മൾ കണക്കാക്കണം. റൈസ് ബ്രാനിൻ്റെ മെറ്റബോളിസബിൾ എനർജി എന്ന് പറയുന്നത് 2890 ആണ്. വേരിയേഷൻസ് ഒക്കെ വരും, അതുകൊണ്ട് നമ്മൾ 2800 എന്ന് എടുക്കുന്നു. 5% എടുക്കുന്നു. 5% എടുക്കുമ്പോൾ തീറ്റയിൽ എത്രത്തോളം മെറ്റബോളിസബിൾ എനർജി കിട്ടുന്നു എന്ന് അറിയാൻ 2800നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കിട്ടുന്ന വാല്യൂവിനെ 100 വെച്ച് ഡിവൈഡ് ചെയ്യുക. അല്ലെങ്കിൽ 2800നെ 0.05 എന്ന വാല്യൂ കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് 140 എന്ന വാല്യൂ കിട്ടും. അതുപോലെ തന്നെ ക്രൂഡ് പ്രോട്ടീനും നമ്മൾ കണ്ടുപിടിക്കുന്നു. റൈസ് ബ്രാൻഡിൻ്റെ ക്രൂഡ് പ്രോട്ടീൻ 14% ആണ്. അതിൽ 5% എടുക്കുമ്പോൾ 0.645% ക്രൂഡ് പ്രോട്ടീൻ കിട്ടുന്നു. അതേ കണക്കിന് നമ്മൾ ലൈസിൻ, മെത്യോണിൻ, കാൽഷ്യം, ഫോസ്ഫറസ് കണ്ടുപിടിക്കുന്നു. 10ാമത്തെ സ്റ്റെപ്പ് കാൽക്കുലേറ്റ് ദ ന്യൂട്രിയൻസ് ടു ബി മെറ്റ് ഫ്രം സീരിയൽസ് ആൻഡ് വെജിറ്റബിൾ പ്രോട്ടീൻ സോഴ്സസ് by subtracting the nutrients arrived in step 9 from the nutrient allowances fixed in step 1. നമ്മളൊരു തീറ്റ നിർമ്മിക്കുമ്പോൾ അതിൽ അനിമൽ പ്രോട്ടീൻ, സീരിയൽ ബൈ പ്രോഡക്ട്സ്, സീരിയൽസ്, വെജിറ്റബിൾ പ്രോട്ടീൻ, വൈറ്റമിൻ മിക്സ്ചർ, മിനറൽ മിക്സ്ചർ, സോൾട്ട് ഇവയൊക്കെ അടങ്ങിയിട്ടുണ്ടാവണം. 9ാമത്തെ സ്റ്റേജിൽ നമ്മൾ സീരിയൽ ബൈ പ്രോഡക്ട്സിൽ നിന്ന് എത്ര പോഷകങ്ങൾ ഉണ്ടാവുമെന്ന് കണ്ടുപിടിച്ചു. അതിനെ 1ാമത്തെ സ്റ്റേജിൽ നമ്മൾ ഏത് തരം തീറ്റയാണ് നിർമ്മിക്കുന്നതെന്നും അതിനെത്ര പോഷകം വേണമെന്നും ഫിക്സ് ചെയ്തായിരുന്നു. അതിൽ നിന്ന് മൈനസ് ചെയ്ത് ഇനി എത്ര ന്യൂട്രിയൻസ് നമുക്ക് ആവശ്യമാണ് എന്ന് കണ്ടുപിടിക്കുക. ഇവിടെ നമ്മൾ റൈസ് ബ്രാനിൽ നിന്ന് കിട്ടിയ ന്യൂട്രിയൻസ് സ്റ്റെപ്പ് 1ൽ ഫിക്സ് ചെയ്ത ന്യൂട്രിയൻസിൽ നിന്ന് മൈനസ് ചെയ്ത് ഇനി എത്ര ന്യൂട്രിയൻസ് ആഡ് ചെയ്യണമെന്ന് കണ്ടുപിടിക്കുന്നു.
Next step, calculate the level of cereals and vegetable proteins to meet the requirements. നമുക്ക് ആവശ്യമായ പോഷകങ്ങൾ കിട്ടുന്നതിനായി എത്രത്തോളം സീരിയൽസും വെജിറ്റബിൾ പ്രോട്ടീൻസും ആഡ് ചെയ്യണം എന്നത് കാൽക്കുലേറ്റ് ചെയ്യണം. ഇതിന് പിയേഴ്സൺ സ്ക്വയർ മെത്തേഡോ ട്രയൽ ആൻഡ് എറർ മെത്തേഡോ ആൽജിബ്രിക് ഇക്വേഷൻ മെത്തേഡോ ഉപയോഗിക്കാവുന്നതാണ്. പിയേഴ്സൺസ് മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ നമുക്കിനി ആവശ്യമായ തീറ്റ എന്ന് പറയുന്നത് 90.9%. മെറ്റബോളൈസബിൾ എനർജി 2660 ആണ്. നമുക്കിനി ആവശ്യമുള്ള തീറ്റയുടെ അളവ് 90.9%. അതിലേക്ക് ആവശ്യമായ മെറ്റബോളൈസബിൾ എനർജി എന്ന് പറയുന്നത് 2660 ആണ്. ഇപ്പോൾ 2660 ME കിട്ടാൻ 90.9% തീറ്റയിൽ എത്രത്തോളം മെറ്റബോളൈസബിൾ എനർജി ഉൾപ്പെടുത്തണം എന്നുള്ളത് കണ്ടുപിടിക്കാൻ 2660നെ 90.9 കൊണ്ട് ഹരിക്കുകയും കിട്ടുന്ന വാല്യൂവിനെ 100 കൊണ്ട് ഗുണിക്കുകയും ചെയ്യണം. അപ്പം 90.9% തീറ്റയിൽ 2660 ME കിട്ടാൻ എത്രത്തോളം മെറ്റബോളൈസബിൾ എനർജി ഇൻക്ലൂഡ് ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ 2660 ഡിവൈഡഡ് ബൈ 90.9 ഇൻറ്റു 100. നമുക്ക് ആവശ്യമുള്ള മെറ്റബോളൈസബിൾ എനർജി എന്ന് പറയുന്നത് 2926 ആണ്. പിയേഴ്സൺ സ്ക്വയർ ഉപയോഗിച്ച് ആവശ്യമായ മെറ്റബോളൈസബിൾ എനർജി കണ്ടുപിടിക്കാൻ ഏത് മെറ്റീരിയലാണോ എടുക്കുന്നത് അതിൻ്റെ മെറ്റബോളൈസബിൾ എനർജി ലെഫ്റ്റ് സൈഡിൽ മുകളിലത്തെയും താഴത്തെയും കോർണേഴ്സിൽ എഴുതണം. പിയേഴ്സൺ സ്ക്വയറിൽ 2 മെറ്റീരിയൽസേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ മെയ്സും സോയാബീൻ മീലും ഉപയോഗിക്കുന്നു. മെയ്സിൻ്റെ മെറ്റബോളൈസബിൾ എനർജി ഇടതുവശത്ത് മുകളിലത്തെ കോർണറിലും സോയാബീൻ മീലിൻ്റെ മെറ്റബോളൈസബിൾ എനർജി ഇടതുവശത്തെ താഴത്തെ കോർണറിലും എഴുതുന്നു. മെയ്സിൻ്റെ മെറ്റബോളൈസബിൾ എനർജി 3350 ആയിട്ട് ഇവിടെ കണക്കാക്കുന്നു. സോയാബീൻ മീലിൻ്റെ മെറ്റബോളൈസബിൾ എനർജി 2230 ആയിട്ട് കണക്കാക്കുന്നു. നമുക്ക് ആവശ്യമായ മെറ്റബോളൈസബിൾ എനർജി നടുക്ക് ഒരു സ്ക്വയർ കോളത്തിനകത്ത് എഴുതുന്നു. ആവശ്യമായ മെറ്റബോളൈസബിൾ എനർജിയെ മെയ്സിൻ്റെയും സോയാബീൻ മീലിൻ്റെയും മെറ്റബോളൈസബിൾ എനർജിയിൽ നിന്ന് മൈനസ് ചെയ്യുകയും കിട്ടുന്ന വാല്യൂസ് അതിൻ്റെ ഡയഗണലി ഓപ്പോസിറ്റുള്ള കോർണേഴ്സിൽ, അതായത് ലെഫ്റ്റ് സൈഡിൽ മുകളിൽ എഴുതുന്ന മെറ്റബോളൈസബിൾ എനർജി ഡിസൈഡ് എമ്മിൽ നിന്ന് മൈനസ് ചെയ്ത് റൈറ്റ് സൈഡിൽ വലതുവശത്ത് താഴത്തെ കോർണറിലും ഇടതുവശത്ത് താഴത്തെ കോർണറും ഡിസൈഡ് എമ്മി മൈനസ് ചെയ്ത് കിട്ടുന്ന വാല്യൂ വലതുവശത്ത് മുകളിലത്തെ കോർണറിലും എഴുതുന്നു. അപ്പോൾ ഇവിടെ മെയ്സിൻ്റെ മെറ്റബോളൈസബിൾ എനർജിയിൽ നിന്ന് മൈനസ് ചെയ്ത് കിട്ടുന്ന വാല്യൂ 424 ആണ്. അത് റൈറ്റ് സൈഡിൽ താഴെ എഴുതുന്നു. സോയാബീൻ മീലിൽ നിന്ന് മൈനസ് ചെയ്ത് കിട്ടുന്നത് 696 കിലോഗ്രാം ആണ്. അത് റൈറ്റ് സൈഡിൽ മുകളിലത്തെ കോർണറിൽ എഴുതുന്നു. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എത്ര കിലോഗ്രാം തീറ്റ ആഡ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ടോട്ടൽ നമുക്ക് 1120 കിലോഗ്രാം ഫീഡ് ആണ് ഇവിടുത്തെ ഒരു റേഷ്യോ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ റേഷ്യോയിൽ നിന്ന് നമുക്ക് എത്ര മെയ്സും സോയാബീനും ആഡ് ചെയ്യണമെന്ന് കണ്ടുപിടിക്കണം. 90.9 കിലോഗ്രാം ഫീഡ് നിർമ്മിക്കാൻ ആവശ്യമായ മെയ്സ് കണ്ടുപിടിക്കാൻ മെയ്സിൻ്റെ വാല്യൂവിനെ 1120 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് പിയേഴ്സൺ സ്ക്വയറിൻ്റെ മുകളിലും താഴെയും കിട്ടിയ വലതുവശത്ത് മുകളിലും താഴെയും കിട്ടിയ വാല്യൂസിനെ ആഡ് ചെയ്തിട്ട് ആ വാല്യൂവിനെ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 56.5 കിലോഗ്രാം മെയ്സും 34.4 കിലോഗ്രാം സോയാബീൻ മീലും ആഡ് ചെയ്യണം എന്ന് കിട്ടി. അപ്പോൾ ടോട്ടൽ അവിടെ 90.9% തീറ്റ ആയി. ഇത് നമുക്ക് ആൽജിബ്രിക് ഇക്വേഷൻ ഉപയോഗിച്ച് എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്ന് നോക്കാം. നമുക്ക് ആവശ്യമായ തീറ്റയുടെ അളവ് 90.9 ആണെന്നും മെറ്റബോളൈസബിൾ എനർജി 2660 ആണെന്നും കണ്ടുപിടിച്ചു. സോയാബീൻ മീലും മെയ്സുമാണ്
ഇതിനായി ഉപയോഗിക്കുന്നത് എന്നും നമ്മൾ തീരുമാനിച്ചു. മെയ്സിന് എക്സ് എന്നും സോയാബീൻ മീലിന് വൈ എന്നും കൊടുത്തു. നമുക്ക് ആവശ്യമായ തീറ്റയുടെ അളവ് 90.9 അപ്പം മെയ്സും സോയാബീനും ചേർത്ത് നമ്മൾ 90.9% തീറ്റ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 90.9 എന്ന ഫസ്റ്റ് ഇക്വേഷൻ എഴുതുന്നു. നമുക്ക് ആവശ്യമായ മെറ്റബിളൈസബിൾ എനർജി 2660 മെയ്സിൻ്റെ മെറ്റബിളൈസബിൾ എനർജി 3350 അതിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിച്ചിട്ട് 33.5 എക്സ് എന്ന മെറ്റബിളൈസബിൾ എനർജി മെയ്സിനും സോയാബീൻ മീലിൻ്റെ മെറ്റബിളൈസബിൾ എനർജി 2230 അതിനെ 100 വെച്ച് ഡിവൈഡ് ചെയ്ത് 22.30 ഈസ് ഈക്വൽ ടു 2660 എന്ന സെക്കൻഡ് ഇക്വേഷനും എഴുതുന്നു. ഇവിടെ നമ്മൾ മെയ്സിൻ്റെ മെറ്റബിളൈസബിൾ എനർജി പെർസെൻറ്റേജ് 33.5 സോയാബീൻ്റെ മെറ്റബിളൈസബിൾ എനർജി പെർസെൻറ്റേജ് 22.3 എന്നും കണ്ടു. മെയ്സിൻ്റെയോ സോയാബീൻ്റെയോ മെറ്റബിളൈസബിൾ എനർജിയുടെ വാല്യൂവിനെ കൊണ്ട് ഒന്നാമത്തെ ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ നമ്മൾ സോയാബീൻ മീലിൻ്റെ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 22.3 എക്സ് പ്ലസ് 22.3 വൈ ഈസ് ഈക്വൽ ടു 2027. ഇനി നമ്മൾ ചെയ്യുന്നത് മൂന്നാമത്തെ ഇക്വേഷനെ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 11.20 എക്സ് ഈസ് ഈക്വൽ ടു 63. അത് നമ്മൾ നാലാമത്തെ ഇക്വേഷനായിട്ട് എടുക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ അവിടെ 56.5 കിലോഗ്രാം മെയ്സ് കിട്ടി. ഇനി ഫസ്റ്റ് ഇക്വേഷനിൽ എക്സിൻ്റെ വാല്യൂ കൊടുത്താൽ ഒയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അവിടെ y ഈസ് ഈക്വൽ ടു 90.9 മൈനസ് 56.5 ഈസ് ഈക്വൽ ടു 34.4 കിലോഗ്രാം സോയാബീൻ മീൽ. അപ്പോൾ നമ്മൾ പിയേഴ്സൺ സ്ക്വയറിലും ഇവിടെയും നമുക്ക് ഒരുപോലത്തെ ആൻസർ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് 90.9% തീറ്റ ആഡ് ചെയ്യാൻ എത്ര കിലോഗ്രാം മെയ്സും എത്ര കിലോഗ്രാം സോയാബീൻ മീലും വേണമെന്നും ഈ തീറ്റയ്ക്ക് ആവശ്യമായ മെറ്റബിളൈസബിൾ എനർജി ഇത്രയും ആഡ് ചെയ്താൽ കിട്ടും എന്നും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ്, മേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇൻ ദ ലെവൽ ഓഫ് സീരിയൽ ബൈ പ്രോഡക്റ്റ് ആൻഡ് ലൈസിൻ ഫോർ ലൈസിൻ ആൻഡ് മെറ്റബിളൈസബിൾ എനർജി. ലൈസിനും മെറ്റബിളൈസബിൾ എനർജിയും കറക്റ്റ് റേഷ്യോയിൽ കിട്ടുന്നതിന് വേണ്ടി സീരിയൽ ബൈ പ്രോഡക്റ്റിൻ്റെയും ലൈസിൻ്റെയും അളവ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ്, കാൽക്കുലേറ്റ് ദ ന്യൂട്രിയൻസ് കോൺട്രിബ്യൂട്ടഡ് ഫ്രം ഓൾ ഇൻഗ്രീഡിയൻസ്. ഇതുവരെ ചേർത്ത ഇൻഗ്രീഡിയൻസിൽ നിന്ന് കിട്ടിയ ന്യൂട്രിയൻസ് എത്രയാണെന്ന് കണക്കാക്കുക. അപ്പോൾ ഇവിടെ കിട്ടിയ ന്യൂട്രിയൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പുകളിൽ കാൽക്കുലേറ്റ് ദ ലെവൽ ഓഫ് കാൽഷ്യം, ഫോസ്ഫറസ്, സോൾട്ട്, മെത്തിയോണിൻ. ഫീഡിലേക്ക് ആവശ്യമായ കാൽഷ്യം, ഫോസ്ഫറസ്, സോൾട്ട്, മെത്തിയോണിൻ എന്നിവ കറക്റ്റ് അളവിൽ ആയിട്ടുണ്ടോ എന്ന് നോക്കുകയും അത് ശരിയായ അളവിൽ ചേർക്കുകയും ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ്, സപ്ലിമെൻറ്റ് ട്രേസ് മിനറൽസ്, വൈറ്റമിൻസ്, ആൻറ്റിബയോട്ടിക്സ്, കോക്സിഡിയോസ്റ്റേറ്റ്, ലിവർ ടോണിക്സ്, ടോക്സിൻ ബൈൻഡേഴ്സ് എക്സെട്ര. ആവശ്യമായ അളവിൽ ട്രേസ് മിനറൽസ്, വിറ്റാമിനുകൾ, ആൻറ്റിബയോട്ടിക്സ് ആവശ്യമാണെങ്കിൽ ആൻറ്റിബയോട്ടിക്, കോക്സിഡിയോസ്റ്റാറ്റ്, ലിവർ ടോണിക്, ടോക്സിൻ ബൈൻഡേഴ്സ് മുതലായവ ചേർക്കുക. ഇവിടെ ഈ ഫീഡിൽ എത്രത്തോളം ട്രേസ് മിനറൽസ്, വിറ്റമിൻസ്, കോക്സിഡിയോസ്റ്റേറ്റ് ഒക്കെ ചേർക്കുന്നുവെന്ന് കാണിക്കുന്നു. Adjust the formula by making slight changes in cereals or cereal byproducts to make the desired weight. ഒരു 100 കിലോഗ്രാം തീറ്റയാണ് നമ്മൾ നിർമ്മിക്കുന്നതെങ്കിൽ ഇതുവരെ ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് ആ തൂക്കം എത്തിയിട്ടില്ല എങ്കിൽ സീരിയൽസിലോ സീരിയൽ ബൈ പ്രോഡക്ട്സിലോ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി നിശ്ചിത അളവ് ആക്കാവുന്നതാണ്. കാൽക്കുലേറ്റ് ഓൾ ദ ന്യൂട്രിയൻസ് ആൻഡ് കോസ്റ്റ് ഓഫ് ഫീഡ്. നമ്മൾ ഇതുവരെ ആഡ് ചെയ്ത എല്ലാ ന്യൂട്രിയൻസിൻ്റെയും വെയിറ്റ് കണക്കാക്കുകയും 1 കിലോഗ്രാമിന് എത്ര റേറ്റ് ആകുന്നുവെന്നും ഈ തീറ്റയിൽ മുഴുവൻ അത് എത്ര റേറ്റ് ആകുന്നു എന്നും കണക്കാക്കി നമ്മൾ നിർമ്മിച്ച തീറ്റയുടെ വില നിർണ്ണയിക്കാവുന്നതാണ്. ഈ ടാബുലർ കോളത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഉപയോഗിച്ചത്,
അവ എത്ര കിലോഗ്രാം വെച്ച് ഉപയോഗിച്ചു, അതിൻ്റെ മെറ്റബോളിസബിൾ എനർജി, ക്രൂഡ് പ്രോട്ടീൻ, ലൈസിൻ, മെത്തിയോണിൻ, കാൽഷ്യം, ഫോസ്ഫറസ്, സോഡിയം ലെവലും 1 കിലോഗ്രാമിൻ്റെ റേറ്റും 100 കിലോഗ്രാമിൽ അതിന് എത്ര കോസ്റ്റായി എന്ന് കണക്കാക്കിയാൽ ഫൈനൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാവുന്നതാണ്. Formulate 100 kilogram broiler starter ration as per BIS 2007 using following feed ingredients or supplements: maize, groundnut cake or soya cake, de-oiled rice bran, fish meal, dicalcium phosphate, limestone powder, synthetic lysine, methionine, trace mineral and vitamin mixture. 100 കിലോഗ്രാം ബ്രോയിലർ സ്റ്റാർട്ടർ റേഷൻ BIS 2007 അനുസരിച്ച് താഴെ തന്നിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നിർമ്മിക്കുക. മെയ്സ്, ഗ്രൗണ്ട്നട്ട് കേക്ക് അല്ലെങ്കിൽ സോയ കേക്ക്, ഡി-ഓയിൽഡ് റൈസ് ബ്രാൻ, ഫിഷ് മീൽ, ഡൈകാൽഷ്യം ഫോസ്ഫേറ്റ്, ലൈംസ്റ്റോൺ പൗഡർ, സിന്തറ്റിക് ലൈസിൻ, മെത്തിയോണിൻ, ട്രേസ് മിനറൽസ് ആൻഡ് വിറ്റമിൻ മിക്സ്ചർ. Questions 1. What are the points to be considered in feed formulation? തീറ്റ നിർമ്മാണത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പരിഗണിക്കേണ്ടത്? 2. Enlist the methods of feed formulation. തീറ്റ നിർമ്മാണ മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതുക.